പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക കൃതജ്ഞതയുടെ, നന്ദിയുടെ ബലിയർപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നീണ്ട 25 വർഷക്കാലത്തെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും വേണ്ടവോളം അനുഭവിച്ചവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അനുഭവിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജൂബിലി വർഷം. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായി അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം.
അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. സിയോന് ആശ്വാസം. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്കു കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഗർഭത്തിലേക്കും നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹത്തെയും നിങ്ങളെ വഹിച്ച സാറയെയും നോക്കുവിൻ. അബ്രഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുൻപിൽ വച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുവാൻ കഴിവുള്ളവ വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കോസ് നടത്താവായ ശിംശയുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അദ്ധ്യായം 17, 11 മുതൽ 19 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. 10 കുഷ്ഠരോഗികൾ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തെ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിലൊരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? ആത്മീയതയിൽ മാന്യം സംഭവിച്ചിരുന്ന ഒരു കാലത്ത് കരിസ്മാറ്റിക്കലുടെയും ജീസസ് യൂത്തിലുടെയും ഒക്കെ ഇടവകയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേരുകയും ദൈവത്തിന് നന്ദി പറയുവാനും തങ്ങൾ പിന്നിട്ട വഴികളിൽ സഹായിച്ചവരെ ഓർമ്മിക്കുവാനുമായി ഈ ദിനത്തിൽ ഒരുമിച്ച് കൂടുന്നത് ദൈവത്തിനും നമുക്കും സന്തോഷകരമാണ്. നാം ഇന്ന് വായിച്ചു കേട്ടത് നന്ദികേടിൻ്റെ ഒരു അനുഭവം തമ്പുരാൻ നമ്മോട് പങ്കുവെക്കുന്നതാണ്. പ്രിയമുള്ളവരെ, പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള വി.ആർ. കൃഷ്ണയ്യർ പറയുന്നുണ്ട്, ഒരുവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് നന്ദികേട്, മറ്റൊന്ന് തെറ്റിദ്ധാരണയാണെന്ന്. ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പടുത്തുയർത്തിയ പ്രസ്ഥാനമോ വീടോ എന്തുമാവട്ടെ, തൻ്റെ വാർദ്ധക്യത്തിൻ്റെ നിമിഷങ്ങളിൽ മക്കൾക്ക് കൈമാറിക്കൊണ്ട് വീടിൻ്റെ ഒരു മൂലയിലേക്ക് ഒന്നുമല്ലാതെ നിസ്സഹായനായി ഒതുങ്ങേണ്ടി വരികയും മാതാപിതാക്കളെ വീട്ടുതടങ്ങളിൽ എന്ന പോലെ പുതിയ തലമുറ കാണുകയും ചെയ്യുമ്പോൾ നന്ദികേടിൻ്റെ സുവിശേഷങ്ങളും ചരിത്രങ്ങളും ഒക്കെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഈ യൗവനത്തിൽ സ്രഷ്ടാവിനെ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന യുവജനങ്ങളാണ് വാസ്തവത്തിൽ ഇന്ന് 25 വർഷം ആഘോഷിക്കുമ്പോൾ നന്ദി പറയാനായി ഒരുമിച്ച് കൂടുന്നത്. അവരെ അഭിനന്ദിക്കുകയാണ്. നന്ദി പറയുന്നവൻ സ്വയം മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാകേണ്ടി വരുന്നുണ്ട്. എന്താ നന്ദി പറയുക എന്നതിൻ്റെ അർത്ഥം? എനിക്ക് ലഭിച്ച ഈ നന്മ എൻ്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ മറ്റുള്ളവരോട് പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് നന്ദി എന്ന് പറയുന്നത്. എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ടാണ് പറയുന്നത്, ദ ബെസ്റ്റ് ഗീവിങ് ഈസ് താങ്ക്സ് ഗീവിങ്. നാമൊക്കെ നമ്മുടെ കാൽച്ചുവട്ടിൽ ചവിട്ടിയരക്കപ്പെടുന്ന പുഴുക്കളുണ്ടല്ലോ, ആ പുഴുക്കളോട് പോലും നന്ദി ഉണ്ടാവണമെന്നാണ് പറയപ്പെടുന്നത്. കാരണം നാമൊക്കെ മരിച്ച് മണ്ണടിഞ്ഞാൽ നമ്മളെയൊക്കെ മണ്ണിനോട് ചേർക്കുന്നത് ഈ പുഴുക്കളാണത്രേ. നമ്മളൊക്കെ പരാജയപ്പെടുന്ന ഒരു ഭാഗം ഇവിടെയാണ്. ഒരു പക്ഷേ രോഗങ്ങൾ മാറുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ രോഗങ്ങൾ വരാത്തതിന്, തകർച്ചകൾ വരാത്തതിന്, ദുഃഖങ്ങൾ വരാത്തതിന്, പഴയ നിയമത്തിൽ പറയുന്നത് പോലെ യൗവനത്തിൽ ദൈവത്തോട് നന്ദി പറയാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ. ഇനിയുള്ള എൻ്റെ ജീവിതം നന്ദിയുടെ ഒരു സുവിശേഷമായി മാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യുവജനങ്ങളുടെ ഗുരുവും കൂട്ടുകാരനുമായ നല്ല ഈശോയെ,
ലോകം മുഴുവനിലുമുള്ള ജീസസ് യൂത്ത് കൂട്ടായ്മയിലെ എല്ലാ മക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. പ്രത്യേകമായി ഞങ്ങൾ ഓരോരുത്തരും അംഗങ്ങളായിരിക്കുന്ന ഇരിഞ്ഞാലക്കുട രൂപതയിലെ ജീസസ് യൂത്ത് കൂട്ടായ്മയും ഏറ്റവും പ്രത്യേകമാം വിധം സിൽവർ ജൂബിലി നിറവിലായിരുന്ന് കൃതജ്ഞതാ ബലിക്കായി അണിഞ്ഞിരിക്കുന്ന കരാഞ്ചിറ ജീസസ് യൂത്ത് കുടുംബത്തെയും ഈ ബലിയിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയും അങ്ങേ പ്രഘോഷിക്കുവാനും അങ്ങനെ അനേകം യുവതി യുവാക്കൾ അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയുവാനും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഞങ്ങളെ ഇടവരുത്തണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുവാവേ, യുവത്വത്തിന്റെ നീ സന്തോഷിക്കുക. യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ എന്ന തിരുവചനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും വചനത്തിന്റെ മാർഗം പഠിപ്പിക്കുന്ന നല്ല ദൈവമേ, ഇന്നിന്റെ കാണിക്കയായി ലോകം മുഴുവനിലുമുള്ള എല്ലാ യുവജനങ്ങളെയും ഈ കൃതജ്ഞതാ ബലിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിസ്വാർത്ഥമായ സ്നേഹത്തിലൂടെ ലോകത്തിന് നന്മ ചെയ്യുവാനും അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ചുകൊണ്ട് കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയായി തീരുവാനും എല്ലാ യുവതി യുവാക്കന്മാരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങൾ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്നേക്ക് മനസ്സായ പ്രേക്ഷിതകളെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ പ്രേക്ഷിതങ്ങളെ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥന ദൈവം നിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെ കറ കഴുകി കളയട്ടെ. അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നു എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തെ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങൾ കർത്താവായ ശിമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ജീവിതമായ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങി ലോകത്ത് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപദൃഷ്ടിയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
മുറിയും കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. കുർബാന കടമപ്പെടുത്തിയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഈ ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.
ജീസസ് യൂത്ത് അംഗങ്ങൾക്കും ഇടവകയ്ക്കും ആദ്യമേ തന്നെ രജത ജൂബിലിയുടെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ ഞാൻ നേരുകയാണ്. അതും ഒരു പൊന്തിഫിക്കൽ പ്രൈവറ്റ് അസോസിയേഷനായിട്ട് മാർപ്പാപ്പ അംഗീകരിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ രജത ജൂബിലി ആഘോഷിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. പൊന്തിഫിക്കൽ പ്രൈവറ്റ് അസോസിയേഷനായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്ന ജീസസ് യൂത്തിനെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുക കൂടെ ചെയ്യുന്നു. പ്രിയമുള്ള യുവതി യുവാക്കളെ, പ്രിയ വികാരിയച്ച, പ്രിയമുള്ള വൈദിക സുഹൃത്തുക്കളെ, പ്രിയമുള്ള സമർപ്പിതരെ, പ്രിയമുള്ള ഇടവകാംഗങ്ങളെ, ഏതൊരു കാര്യവും മികവാർന്ന് ചെയ്യാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് ദർശനം ഉണ്ടാകണം. 1, ഏതൊരു പ്രസ്ഥാനമായാലും സംഘടനയായാലും ഇടവകയായാലും വ്യക്തിജീവിതമായാലും നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യണം. ഈശോയ്ക്ക് കുരിശിൽ കിടന്ന് ബലി അർപ്പിക്കാനായിട്ട് കരുത്തു ലഭിച്ചത് അത് പിതാവിൻ്റെ ഹിതമാണ്, ഇത് മനുഷ്യരക്ഷയ്ക്ക് അനിവാര്യമാണെന്നുള്ള ബോധ്യം ഉണ്ടായപ്പോഴാണ്. അതല്ല എങ്കിൽ അവർ ഈശോയെ രാജാവാക്കാനായിട്ട് പരിശ്രമിച്ചപ്പോൾ രാജാവാകുമായിരുന്നു. ഫരിസേയർ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുമായിരുന്നു. നിയമജ്ഞർ ചെയ്ത കുറ്റങ്ങളൊക്കെ അംഗീകരിക്കുമായിരുന്നു. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യം സംസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യവും മനുഷ്യകുലത്തിന് ബലിയർപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും മനസ്സുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, സെറ്റ് യുവർ ഗോൾ. ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിൽ രൂപപ്പെടുത്തണം. അത് യുവാക്കളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്. യുവാക്കൾ ജീസസ് യൂത്ത് മുന്നോട്ട് പോകുമ്പോഴും ജീസസ് യൂത്തിൽ ഇല്ലാത്ത അംഗങ്ങളെയും ഈ ലക്ഷ്യം, ജീവിതത്തിൻ്റെ ലക്ഷ്യം സെറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. ഈ ലക്ഷ്യം എന്ത് ലക്ഷ്യമായാലും അവസാനത്തെ ഫൈനൽ ഗോള് സ്വർഗമാകണം. അത് മറക്കരുത്. ഏതൊക്കെ ലക്ഷ്യത്തിലൂടെ കടന്നു പോയാലും അവസാനം എത്തിച്ചേരേണ്ടത് സ്വർഗമായിരിക്കണം. സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന നമ്മളുടെ ലക്ഷ്യമായിരിക്കണം വേണ്ടത്. അതാണ് ഒന്നാമത്തെ. യൂത്ത് എന്ന് പറയുമ്പോൾ അല്പം ചോരത്തളപ്പുള്ള പിള്ളേരാണ്, തടയ്ക്കും അടിക്കും പറ്റിയവരാണ് യൂത്ത്. അപ്പോൾ ഈശോയുടെ യുവാക്കന്മാരെല്ലായ്പ്പോഴും യേശുവിന് വേണ്ടി അടരാടുന്നവരായിരിക്കും, പോരാടുന്നവരായിരിക്കും. എന്ന് വെച്ചാൽ അത്ര ശക്തിയുള്ള പേരാണ് ഈശോ എന്ന പേര്. പിശാച് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചു പോകും. ഈശോ എന്ന് കേൾക്കുമ്പോൾ പേടിച്ച് ഓടിപ്പോവും. ഞാൻ 25 കൊല്ലം മുമ്പ് ഏത് പള്ളിയിലാണെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയായിരുന്നു. ഏത് പൊളിങ്കര ഏത് ഭാഗത്താണാവുക. അന്ന് തുടക്കട്ടതാണ്. ഇന്ന് പ്രസംഗം പറഞ്ഞ അച്ഛനാരോട് പറഞ്ഞു, അന്ന് യൂത്തായിരുന്നു, ഇന്ന് വയസ്സന്മാരായിരുന്നു. എന്നാലും ആ ബാനറിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. കാരണം അവിടെ നെറ്റിയിൽ ഈശോ എന്ന് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് അത് മാഞ്ഞു പോകുന്നില്ല. അവർ ചെല്ലുന്നോടത്തൊക്കെ പിശാചുകൾ ഓടിപ്പോക്കോളും. സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ ആശയം അവതരിപ്പിച്ചു കഴിഞ്ഞു. പരിപൂർണ സമർപ്പിതരായി യേശു എന്ന് പേര് കേൾക്കുമ്പോൾ അഭിമാനം കൊള്ളുകയും ജയ് വിളിക്കുകയും സന്തോഷിക്കുകയും എൻ്റെ സ്വന്തമാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന ഈ യുവാക്കന്മാരുടെ കരാഞ്ചിറയിലെ യുവാക്കന്മാർക്ക് എല്ലാവിധ ആശംസകളും നന്മയും നേരുന്നു. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദിയും പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ ജീസസ് യൂത്ത് എന്ന് പറയുന്നത് ആഗോള കത്തോലിക്ക സഭ അംഗീകരിച്ച ഒരൽമായ പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. ഏഷ്യയിലെ 2ാമത്തെയും കേരളത്തിലെ 1ാമത്തേതുമായ അൽമായരാൽ തുടങ്ങപ്പെട്ട വത്തിക്കാനിൽ റോം അംഗീകരിച്ച ഒരു സംഘടന, ഒരു കൂട്ടായ്മയായിട്ട് ജീസസ് യൂത്ത് മാറുകയാണ്. ഈ വർഷമാണ് അതിന് അംഗീകാരം റോമിൽ നിന്ന് കിട്ടിയത്.
25 വർഷങ്ങൾക്ക് മുമ്പ് കരാഞ്ചിറ പോലൊരു പ്രൗഢമായ ദേവാലയത്തിൽ, ഒത്തിരി പഴമയും പാരമ്പര്യവുമുള്ള ദേവാലയത്തിൽ ഈ ഒരു കൂട്ടായ്മ ആരംഭിക്കുകയും ഇന്ന് അതിൻ്റെ ജൂബിലി നിറവിൽ ആയിരിക്കുകയും ചെയ്യുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒത്തിരിയേറെ വൈദികരെയും ഒത്തിരിയേറെ സിസ്റ്റേഴ്സിനെയും ഒക്കെ ഈ കൂട്ടായ്മയിലൂടെ സഭയ്ക്ക് രൂപതയ്ക്കൊക്കെ പ്രദാനം ചെയ്യാനായിട്ട് കരാഞ്ചിറ ജീസസ് യൂത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു ജീസസ് യൂത്തിൻ്റെ ജൂബിലി സെലിബ്രേഷനിൽ, ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കുക, ഒത്തിരിയേറെ യുവജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന, ഒത്തിരിയേറെ മനുഷ്യർക്ക് പ്രചോദനം പകരുന്ന, ഒത്തിരിയേറെ വ്യക്തികളെ തിന്മയിൽ നിന്നും മാറ്റി നന്മയിലേക്ക് കൊണ്ടുവരുന്ന നല്ലൊരു കൂട്ടായ്മയാണ് ജീസസ് യൂത്ത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള യുവജന കൂട്ടായ്മകളെ, യുവജന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 25 വർഷം ഇടവകയിൽ സജീവമായിട്ട് ജീസസ് യൂത്ത് കൂട്ടായ്മ നിന്നുവെങ്കിൽ അതിന് പുറകിൽ തീർച്ചയായിട്ടും ഇടവകയുടെ വലിയ പ്രോത്സാഹനവും സഹകരണവുമാണ്. ഏറെ നന്ദിയോടെ ഇടവകക്കാരെ ഞാൻ ഓർക്കുകയാണ്. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് നേരുകയാണ്. ജൂബിലി തിരിഞ്ഞു നോക്കാനുള്ളൊരു അവസരമാണ്. ദൈവം തരുന്ന നന്മകളെ നന്ദിയോടെ ഓർക്കാനും തെറ്റുകൾ തിരുത്താനും വരും വർഷങ്ങളിലേക്ക് വേണ്ട പദ്ധതികൾ തയ്യാറാക്കാനുമുള്ള വലിയൊരു അവസരം. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിൽ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൽ അംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥന ഗ്രൂപ്പ് രൂപീകരിച്ച് 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ അത് ഏറ്റവും അനുയോജ്യമായ വിധം ആഘോഷിക്കുന്ന ഈ ഇടവകയിലെ യുവജനങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ ഈ ഇടവകയെ ഓർത്ത് അഭിമാനിക്കുന്നു, ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. ഒരു വർഷം മുൻപ് ഇവിടെ ഹോമിഷൻ നടത്തുകയുണ്ടായി. ഹോളി ഫാമിലി സിസ്റ്റേഴ്സ്, ഞങ്ങൾ 9 പേര്, അതിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഈ ഇടവകയിലെ ഓരോ കുടുംബങ്ങളും കയറി ഇറങ്ങി ഞങ്ങളെല്ലാവരെയും തന്നെ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തണമെന്ന്, അത് മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ യുവജനങ്ങൾക്കോ നടത്തണമെന്ന് ആഗ്രഹിച്ചു. ഒരു 10-15 യുവാക്കൾ അവർ ഞങ്ങൾ താമസിച്ച വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഒരു വൺ ഡേ പ്രോഗ്രാം നമുക്കിവിടെ നടത്തണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിമാനം തോന്നി. അവർ തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് അവിടെ വന്നിരുന്ന് നല്ലൊരു പേര് കൊടുത്ത് ഒരു വൺ ഡേ പ്രോഗ്രാം ഇവിടെ നടത്തുകയുണ്ടായി. അത് രൂപത ടീമിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു. ഒപ്പം ഞങ്ങളുടെ സിസ്റ്റേഴ്സിൽ ഒരാളും വന്ന് ക്ലാസ് എടുത്തിരുന്നു. അത്രമാത്രം സഹകരണം നമ്മുടെ ഈ ഇടവകയിൽ യൂത്ത് നൽകിയിരുന്നു. ഈ കത്തോലിക്ക സഭയുടെയും അതിൻ്റെ പ്രവർത്തനങ്ങളുടെയും അതിലെ അംഗത്വത്തിൻ്റെയും വിലയെറിഞ്ഞ ജീസസ് യൂത്ത് പ്രിയപ്പെട്ട മക്കൾ ഈ വില തിരിച്ചറിഞ്ഞ് താനാകുന്ന ചന്ദനമരത്തിൻ്റെ മണവും ഗുണവും തിരിച്ചറിഞ്ഞ് സഭയ്ക്ക് തന്നെ സമ്മാനമായി നൽകുന്ന ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ട്. ഇവിടെയുള്ള ജീസസ് യൂത്ത് കുടുംബാംഗങ്ങളെ, അംഗങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. നന്മ വരട്ടെ, ഇനിയും ഉന്നതിയിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ കേരളത്തിൽ തുടങ്ങുകയും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം മനോഹരമായ ശുശ്രൂഷകളുടെ മുന്നോട്ട് പോകുന്നൊരു മുന്നേറ്റമായിട്ട് ദൈവം ഇതിനെ വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കരാഞ്ചിറയിലെ ഇടവക ജീസസ് യൂത്തും. ജീസസ് യൂത്തുകാർ നിങ്ങളിവിടെ കാണുന്നത്, ഇവിടെ വലിയ പ്രോഗ്രാമുകൾ, കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ ജീസസ് യൂത്തിനെ ആദ്യമായിട്ട് കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട് ജീസസ് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒരു വർഷക്കാലം നീണ്ടു നിന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ് ജീസസ് യൂത്തിൻ്റെ അടിസ്ഥാനം. ബാക്ക് ബോണുകളിൽ ഒന്നാണ് ഇൻ്റർസെഷൻ. ഇപ്പോൾ BLM ഒരു പ്രോഗ്രാം നടക്കുകയാണ്. 30 പേരുടെ പ്രോഗ്രാം നടക്കുമ്പോൾ അപ്പുറത്തെ ചാപ്പലിൽ പ്രോഗ്രാം തുടങ്ങി അവസാനിക്കുന്നത് വരെ 20ഓളം വരുന്ന യുവജനങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഈ പ്രാർത്ഥനയുടെ പിൻബലമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു കൂട്ടാമെന്നല്ലാതെ കാര്യങ്ങൾ വിജയിക്കാൻ സാധിക്കില്ല. ഒരു ധ്യാന പ്രസംഗത്തിൽ നിന്ന് പാടുന്ന വ്യക്തിയുടെ പാട്ട് കേട്ടിട്ട് എത്രയോ ആളുകൾ മാനസാന്തരപ്പെടുന്നു. ഇന്ന് ലോകം ഒരു വിരൽത്തുമ്പിൻ്റെ മുമ്പിൽ കിടന്നു കിട്ടുമ്പോൾ ഈ നമുക്ക് മറ്റുള്ള ഒരാളുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്താനായിട്ട് സാധിക്കണം. ജീസസ് യൂത്ത് എന്നും അത് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂത്ത് ടു യൂത്ത് ഇവാഞ്ചലൈസേഷനാണ്. യുവജനങ്ങളാണ് യുവജനങ്ങളോട് ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നത്. ആ വെല്ലുവിളി കണ്ടിട്ടാണ് യുവജനങ്ങൾ ഈ മുന്നേറ്റത്തിലേക്ക് കടന്നു വരുന്നത്.
പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്ന ഒന്നാണ് ഈ ജീസ് യൂത്ത് മുന്നേറ്റം. അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണിത്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ ഇടവകയിലുള്ള മുഴുവൻ യുവജനങ്ങളും ഇതിനോടും, ഈ മുന്നേറ്റം മാത്രമല്ല ഇവിടെയുള്ള ഏത് സംഘടനയായാലും അതിനോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും കറാഞ്ചിറ ഇടവകയിലെ മുഴുവൻ ജീസസ് യൂത്ത് പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ജൂബിലിയുടെ നിറവിലുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ എല്ലാ പ്രോഗ്രാമിനും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയെന്ന് പറയാവോ? ഹല്ലേലൂയ. സന്യസ്ത വൈദികരിൽ നിങ്ങളുടെ ഇടവകക്കാരനായ ഫാദർ ജോഷി കോമ്പാറക്കാരനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ പുതിയ വിശേഷങ്ങൾ പെട്ടെന്ന് നമ്മൾ അച്ഛനിൽ നിന്ന് തന്നെ കേൾക്കാം. അച്ഛൻ്റെ പ്രവർത്തന മേഖലകൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ജീസസ് യൂത്തിലേക്കുള്ള വരവ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇടവകയിലുള്ള കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഞാൻ ജീസസ് യൂത്തിൽ വരിക. ആദ്യത്തെ പ്രാർത്ഥന കൂട്ടായ്മയിൽ എന്ന് പറയുന്നത് ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിലൂടെയായിരുന്നു. പ്രിയമുള്ളവരെ, ജീസസ് യൂത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ യൂത്ത് കൺവെൻഷൻ എടുത്തിരുത്തി കോൺവെൻറ്റ് വെച്ച് നടത്തി. ആ സമയത്തിൻ്റെ ഫൊറോന വികാരിയായിട്ടും ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നപ്പോൾ അന്ന് ഫാദർ ജോൺ അടാട്ടുകാരൻ, ജോൺ പറയമാനും അവരായിരുന്നു നിങ്ങൾ ഈ സ്വസ്ത്രം പള്ളിയിലേക്ക് പറഞ്ഞു നടക്കുമ്പോൾ എല്ലാം അച്ഛനെ കന്യാസ്ത്രീക്ക് ആകാൻ പോകുക നല്ലത്. അങ്ങനെയാണ് ഞാൻ സെമിനാരിയിലേക്കൊക്കെ പോവുക. അന്ന് കാലത്ത് ഫുൾ ടൈമർഷിപ്പ് എനിക്കറിയില്ലായിരുന്നു. ഫുൾ ടൈം ഷിപ്പ് എന്ന് പറയുന്നത് ഞാനൊക്കെ വിചാരിച്ചത് ജീവിതകാലം മുഴുവൻ. അങ്ങനെയാണ് ഞാൻ ജീസസിൽ പോകുക. പക്ഷേ പിന്നീട് അറിഞ്ഞത് അതൊരു വർഷത്തേക്കുള്ളൂ. നമ്മുടെ ഈ അടുത്ത പുറത്തെ ഇടവകളിൽ നിന്നൊക്കെ 2-3 പിള്ളേരൊക്കെ പോയിരുന്നു. ഞാൻ എൻ്റെ ഫുൾ ടൈം ഷിപ്പ് ജീവിതകാലം മുഴുവനായിട്ടായിരുന്നു. അങ്ങനെ സന്യാസ ജീവിതത്തിലേക്ക് പോകും. എൻ്റെ വീഴ്ചകളെല്ലാം എന്നെ താങ്ങി നടത്തുന്ന ഈശോ. തീർച്ചയായിട്ടും ഞാനിന്ന് പുരോഗതിയായിരിക്കുന്ന ഒരു കാരണം നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മകളാണ്. ഞാൻ അച്ഛനോടൊപ്പം തന്നെ 2 പേരെയും കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ഷണിക്കുകയാണ്. ഒന്ന് മിസ്റ്റർ ടോജോ. അദ്ദേഹം ഈ ഇടവകക്കാരനല്ലെങ്കിലും ഈ ഇടവകയിൽ ജീസസ് യൂത്ത് എന്ന കമ്മ്യൂണിറ്റി ഉണ്ടാകാനായിട്ട് ഒരു മിഷൻ എന്ന പോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, മറ്റിടവകളിൽ നിന്ന് ഇവിടെ വന്ന് പ്രവർത്തിച്ച ഒരാളാണ് മിസ്റ്റർ ടോജോ. പിന്നെ നിങ്ങളുടെ ഈ ഇടവകയിലെ പുതുനാമ്പ് അനീഷ മോളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടോജോയെ നമുക്കൊരു സമയം കേൾക്കാം. ടോജോ ചെയ്ത ഈ കരാഞ്ചിറ ഇടവകയ്ക്ക് വേണ്ടി ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ച ചില അനുഭവങ്ങൾ ഒന്ന് പെട്ടെന്ന് കേൾക്കാം. 89 ആത്മീയ മേളയ്ക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത്. അതിൽ 5 പേരാണ് ഞങ്ങൾ കറാഞ്ചിറന്നായിട്ട് കടന്നു വന്നിരുന്നത്. 2 യുവാക്കളും 3 യുവതികളുമായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പ്രോഗ്രാം പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു, പക്ഷേ സാധിച്ചില്ല. പിന്നെ 90-ൽ ഞങ്ങൾ വീണ്ടും പ്രോഗ്രാമിന് പങ്കെടുത്തതിനോടെയാണ് കുറച്ചും കൂടി ആളുകളെ കിട്ടുകയും ആ യുവതിവാക്കളെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ പ്രോഗ്രാം സംഘടിപ്പിക്കാനൊക്കെ ഇടവന്നത്. പിന്നെ ഞങ്ങൾ ഇരിഞ്ഞാലക്കുട കരിക്കാട്ടച്ചൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കൂടുമ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളെ പരിഗണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ഞങ്ങളോടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും പേഴ്സണലായിട്ട് അച്ഛൻ തന്നെ ചോദിച്ച് ഞങ്ങൾ തന്നെ വളർത്തിയെടുക്കുന്നൊരു അനുഭവമൊക്കെ ഞങ്ങൾക്കുണ്ടായി. തുടക്കകാലത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ യുവാക്കളിൽ നിന്ന് പല കളിയാക്കലുകളും മറ്റുമൊക്കെ ഞങ്ങളെ പറയാറുണ്ട്. എങ്കിലും ഞങ്ങൾക്കത് ഒരുമിച്ച് ആ പ്രാർത്ഥനയുടെ നല്ലൊരു അവസ്ഥയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് വളരുവാനൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ഫൊറോന തലത്തിൽ ബാക്കിയുള്ള ഇടവകളിൽ പോയിട്ട് പ്രയർ ഗ്രൂപ്പ് നടത്തുവാനും അവിടെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് അവരെ മോട്ടിവേഷൻ ചെയ്ത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇന്ന് യുവജനങ്ങളുടെ നേതൃത്വം കൊടുക്കാനുള്ള ഒരു കൃപ പോൾസൻ ചേട്ടനും ലീജ ചേച്ചിയും ദൈവം അനുഗ്രഹിച്ച് അനീഷ മോളിലൂടെയാണ്. അനീഷ മോളെ നമുക്കൊന്ന് കേൾക്കാം. അനീഷ ഈ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ ക്യാമ്പസിലൊക്കെ ആൾക്കാർ കളിയാക്കില്ലേ, ഈ ബൈബിളും കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഈ അടിച്ചു പൊളിച്ച് നടക്കേണ്ട പ്രായത്തിൽ പ്രാർത്ഥിക്കാൻ നടക്കുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെ പരാതികൾ കേൾക്കാറുണ്ടോ, കളിയാക്കലുകൾ? ഞങ്ങളിവിടെ പ്രയർ ഗ്രൂപ്പിനാണ് കൊന്തൊക്കെ കൊണ്ടുവരാറ്. അപ്പോഴുണ്ടാകുന്ന ചിലരുടെ പുച്ഛങ്ങളും പിന്നെ മറ്റുള്ളവരെ പ്രയർ ഗ്രൂപ്പിനെ വിളിക്കുമ്പോൾ അവരുണ്ടാകുന്ന നാണക്കേടുകളുമൊക്കെ ഞങ്ങളെ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് ഇടയ്ക്ക് ഒഴിപ്പിക്കാനൊക്കെ ആയിട്ട് സാഹചര്യം വന്നിട്ടുണ്ട്. എങ്കിലും കൂദാശകളുടെ സ്വീകരണം വഴിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ദാനങ്ങൾ വഴിയും ഞങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ ഈ സമയത്ത് 3 പേരും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരി നന്ദി.
എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരുമവൻ രാജാതിരാജൻ വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ മാറാതെ. എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ ബോധമോടെ. ഓ എല്ലാവരും കൈകളൊന്ന് വീശിക്കൊണ്ട് പാടാവോ? Once again together. Put your hands together. എല്ലാവർക്കും ഒരുമിച്ച് കൈകളൊക്കെ മേടിക്കാവോ താളത്തിനനുസരിച്ച്? സ്വർഗീയ ദൂതരും ഈ ഭൂവിലേവർ പാടിടുമേ, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. മൃത്യുഞ്ജയൻ അവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരുമവൻ രാജാതിരാജൻ വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ മാറാതെ. നിറഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ ബോധമോടെ. ഒന്നൊരുമിച്ച് പാടാൻ പറ്റുമോ? 1 2 3 4. Together everybody. കൈകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ. ഒരു കൈ ഒന്ന് പൊക്കി പറഞ്ഞേ ഹല്ലേലൂയ. റെഡിയാണോ എല്ലാവരും?
hands together, shout for the King. Whoa, 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 whoa. Everybody sing in Jesus' name. Amen. Come on, sing along with me. Amen. Amen. Come on. Amen. Clap your hands together. Amen. എല്ലാവരും കൈകളൊക്കെ ധരിച്ച് come on. It's a time now, giving all the way. Amen. I can tell you, loving all the way. Amen. You can break the dancers to an end now. Put your feet up on the rock of it. Amen. Everybody got a time and a place now. Amen. And I guess it's gonna be right here. And for the blessings gonna fall on us. What a great day, yeah, yeah. Whoa, 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 whoa. Come on, everybody. Whoa. Put your hands together, shout for the King. Whoa, 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 whoa. Everybody sing in Jesus' name. It's a good just give him all. Amen. Cause I can't feel the void inside. Amen. He's my friend, my buddy on the road. Every time and everywhere. Amen. Man who got us just build on the road. Amen. So you can wanna stay right on. Amen. You can always be the Shinaka. Come anything you say. Yeah. Whoa, whoa, Wow. whoa, Come on. whoa. Put your hands together and shout for the King. Whoa, 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 whoa. Everybody sing in Jesus' name. Amen. Put your hands together. Put your hands together, shout for the King. Whoa, 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 whoa. Everybody sing in Jesus' name. Whoa, 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 whoa. Come on. Whoa, whoa. Put your hands together, shout for the King. Whoa, 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 whoa. Everybody sing in Jesus' name. Amen. Come on, clap your hands. Put your hands together, come on. If you were in the lost of the sea now, you know he's the Son of God. He's the one who can save you forever. Bring you back to the shores of life. Nothing ever can separate me now. No one ever can take me away now. Because he's the truth and eternal life. And make the joyful noise into the sky. Whoa, 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 whoa. Put your hands together, shout for the King. Whoa, 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 whoa. Everybody sing in Jesus' name. Come on, sing. Whoa, whoa. 25 വർഷത്തെ സന്തോഷത്തിലുള്ള Whoa, whoa, whoa. one more time together, everybody. Whoa, whoa. Put your hands together, shout for the King. Whoa. Everybody sing in Jesus' name. Amen. നമുക്ക് വേണ്ടി ക്രിസ്തുവിനെ തന്നെ തന്ന, സ്വന്തം മകനെ തന്ന പിതാവായ ദൈവം സ്വന്തം മകനെയാണ് നമുക്ക് തന്ന. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ വാല്യൂ എനിക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേര്, നമ്മുടെ സൊസൈറ്റി, എല്ലാവർക്കും വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ആ ഒരു കോള്. എസ്പെഷ്യലി ചർച്ച്, കർത്താവിൻ്റെ ശരീരമായ സഭ, ആ സഭയ്ക്ക് വേണ്ടി ജീവിക്കുക ഒരു വലിയ ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ജീസസ് യൂത്ത് 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ഈ ഇരിക്കുന്ന പലരും തന്നെ അവരുടെ വിലപ്പെട്ട കുറേ ദിവസങ്ങളും സമയങ്ങളുമാണത്. അവരുടെ സമയമാണ് നിങ്ങൾക്ക് നൽകുക, അവരുടെ സംഗീതമാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഐ ബിലീവ് എന്ന മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുക. എല്ലാവരും കൈകളൊക്കെ അടിച്ച് യേശു തരും ആനന്ദം, അത് സ്വർഗീയാനന്ദം. യേശു തരും ആനന്ദം, അതിലില്ലാത്ത ആനന്ദം. യേശു തരും ആനന്ദം, അത് സ്വർഗീയാനന്ദം. യേശു തരും ആനന്ദം, അതിലില്ലാത്ത ആനന്ദം. ആർക്കു വേണം, ആർക്കു വേണം, ആർക്കതു വേണം. ആർക്കു വേണം, ആർക്കു വേണം, ആർക്കതു വേണം. യേശുവിനെ നോക്കിടുമ്പോൾ അവനരുളിയിടും. യേശുവിനെ നോക്കിടുമ്പോൾ അവനരുളിയിടും. ലാ 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 Praise the Lord. സ്തുതിയുടെ മഹത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഈ നിമിഷത്തിൽ ഒരു നിമിഷം നമുക്ക് കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവർക്കും ചേരാം. കർത്താവേ നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കർത്താവിനെ നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. വി ഗ്ലോറിഫൈ യുവർ ലൈഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. We glorify your presence, O Lord. Hallelujah. Thank you. കർത്താവേ, നിന്നെ ഏറ്റുപറയാനോ നിന്നെ സ്തുതിക്കാനോ ചില സമയങ്ങളെങ്കിലും ഞങ്ങൾ മടി കാണിക്കാറുണ്ട്. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിജയം വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ വരുമ്പോൾ, ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയാൻ ഞങ്ങൾ വിട്ടുപോകാറുണ്ട്. കർത്താവേ, ഈ നിമിഷം ഞങ്ങൾ തിരിച്ചറിയുന്നു, നിനക്ക് നന്ദി പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള കൂടുതൽ അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ ഞങ്ങൾ വഴി വെട്ടി തുറക്കുകയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കൈകളൊക്കെ അടിക്കാവോ? मेरी जिंदगी की हर खुशी तू ही है मसी, अंधेरी रातों की रोशनी तू ही है मसी। मेरी जिंदगी की हर खुशी तू ही है मसी, अंधेरी रातों की रोशनी तू ही है मसी। यीशु मसीह की हो जय। Together. यीशु मसीह की हो जय। Put your hands together. तेरे ही नाम की जय गाए सदा, तू ही मेरा तेरे ही नाम की जय गाए सदा। ओ ओ ओ तू ही हमारा है प्रभु, हमारा खुदा। तू मिल जाए तो मिल जाएगी हर गली, तू मिल जाए तो मिल जाएगी जिंदगी। यीशु मसीह की हो जय। यीशु मसीह की हो जय।
तुझे मौत के बदले मिली एक नई जिंदगी, तू नहीं तो कुछ भी नहीं, तू ही तो है सब। तुझे मौत के बदले मिली एक नई जिंदगी, तू नहीं तो कुछ भी नहीं, तू ही तो है सभी। तू मिल जाए तो मिट जाएगी हर कभी, तू मिल जाए तो मिल जाएगी जिंदगी। यीशु मसीह की हो यीशु मसीह की हो यीशु मसीह की हो यीशु मसीह की हो। കുട്ടികളെയാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയാം. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ കൂടുതൽ കൃപ വർഷിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് കട്ടാണ് കുട്ടികളെ സ്റ്റേജിൽ കയറ്റാന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹ
ഒന്ന് കൈകളടിച്ച കമാൻ. Put your hands together, come on, everybody. Everybody together. Please like a river, joy like the break of the day, hope like the sunbeam, life like never before. Peace like a river, joy like the break of the day, hope like the sunbeam, life like never before. Peace like a river.
Hallelujah. Praise the Lord. Put your hands together everybody. ഒരു വലിയ ആഘോഷമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Come on. In the spirit we fall on our knees and our whole life we lay at our feet. In the spirit we fall on our knees and like David we rise up and dance before you. Put on the boxing shoes, let me hear it. Put on the spirit, put on the beat, put on the ropes, right, let's screw it. Forever and ever and ever he will reign. Hey, 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 hey. Pick up the birds, pick up the souls, put on the dance shoe, let me hear it. Pick up the paper, pick up the soil, put on the rope, right, let's do it. In the spirit, we fall on the knees, and the whole life we lay at his feet. In the spirit, we fall on our knees, and like David, we rise up and dance before you. El Señor, El Señor. Forever and ever he will reign. Back in the days of old, to the end of the days we know, you sent us friend whose name I am to lead us forevermore. People of every clan, every nation and every land will come to the Lord Almighty singing songs of praise. Lord, I believe the time is here, the skies are ablaze, the sign is here. No one can see it, no one can see it. Your Holy Spirit is like a fire in my soul. In the Spirit, we fall on our knees, and the whole life we lay at our feet. In the Spirit, we fall on our knees, and like David, we rise up and dance before you. El Señor, El Señor. Forever and ever he will reign. Hey, 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 put on your own legs and do it, do it, do it. Come on, everybody, sing it together in Malayalam. Para, para, nadire vatti, para, 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 nadire vatti, para, 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 nadire vatti, para, 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 nadire vatti. Naso, bravo, nastimanawo, yaro.